ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. 1688 രക്തരഹിത വിപ്ലവം നടന്നത്. ബ്രിട്ടീഷ് ഭരണഘടനയുടെ ബൈബിൾ എന്നറിയപ്പെടുന്നത് മാഗ്ന കാർട്ട ഉടമ്പടിയാണ്. മഹത്തായ ഉടമ്പടി എന്നാണ് ഇതിൻ്റെ അർത്ഥം. AD 1215 മാഗ്ന കാർട്ട ഒപ്പുവെച്ചത്. റണ്ണിമീഡിൽ വെച്ച് ജോൺ രണ്ടാമനെ കൊണ്ട് ജനങ്ങൾ നിർബന്ധിച്ച് ഒപ്പുവെപ്പിച്ച രേഖയാണിത്. ഇംഗ്ലണ്ടിലെ ആദ്യ ഭരണാധികാരി വില്യം ഒന്നാമനായിരുന്നു. 1628 ഇംഗ്ലീഷ് പാർലമെൻറ്റ് അവകാശ പത്രിക അംഗീകരിച്ചു. 1628 ഇംഗ്ലീഷ് പാർലമെൻറ്റ് അവകാശ പത്രിക അംഗീകരിച്ചത്. അടുത്തത് 1629 പാർലമെൻറ്റ് പിരിച്ചുവിട്ട രാജാവ് ചാൾസ് ഒന്നാമൻ. 1628 പാർലമെൻറ്റ് പിരിച്ചുവിട്ട രാജാവാണ് ചാൾസ് ഒന്നാമൻ. 1640 വിളിച്ചുകൂട്ടിയ പാർലമെൻറ്റ് 20 വർഷം നീണ്ടു നിൽക്കുകയുണ്ടായി. ഇതാണ് ലോങ് പാർലമെൻറ്റ് എന്നറിയപ്പെടുന്നത്. ആഭ്യന്തര യുദ്ധസമയത്ത് 1649 ചാൾസ് ഒന്നാമനെ വധിച്ചതിന് നേതൃത്വം നൽകിയത് ഒലിവർ ക്രോംവെൽ ആയിരുന്നു. 1649 മുതൽ 1660 വരെയുള്ള കാലമാണ് രാജവാഴ്ച ഇല്ലാത്ത കാലഘട്ടം എന്നറിയപ്പെടുന്നത്. അത് കഴിഞ്ഞിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്, ഒലിവർ ക്രോംവെല്ലിൻ്റെ കാലഘട്ടം അറിയപ്പെടുന്നത് കോമൺവെൽത്ത് കാലഘട്ടം എന്നാണ്. സംരക്ഷകൻ എന്ന പേരിലും ഒലിവർ ക്രോംവെൽ അറിയപ്പെടുന്നു. രാജാധികാരം ദൈവദത്തമാണെന്ന് വിശ്വസിച്ചിരുന്ന രാജവംശമാണ് സ്റ്റുവർട്ട് രാജവംശം. ചാൾസ് രണ്ടാമൻ്റെ കാലത്താണ് 1679 പാർലമെൻറ്റ് ഹേബിയസ് കോർപ്പസ് ആക്ട് പാസ്സാക്കിയത്. വിപ്ലവകാലത്ത് ഇംഗ്ലണ്ട് ഭരിച്ചിരുന്നത് സ്റ്റുവർട്ട് രാജവംശമാണ്. കത്തോലിക്ക വിശ്വാസിയായിരുന്ന ഇംഗ്ലീഷ് രാജാവ് ജെയിംസ് രണ്ടാമനെ പുറത്താക്കിയ വിപ്ലവമാണ് രക്തരഹിത വിപ്ലവം. മഹത്തായ വിപ്ലവം, കൊട്ടാര വിപ്ലവം എന്നീ പേരുകളിലും ഈ വിപ്ലവം പ്രസിദ്ധമാണ്. മഹത്തായ വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ജോൺ ഹാംഡൻ ആണ്. ഈ വിപ്ലവാനന്തരം ചാൾസ് രണ്ടാമൻ്റെ പുത്രിയായിരുന്ന മേരിയും ഭർത്താവ് ഹോളണ്ടിലെ വില്യമും ചേർന്ന് അധികാരം സ്ഥാപിച്ചു. ജെയിംസ് രണ്ടാമൻ ഫ്രാൻസിലേക്ക് പലായനം ചെയ്തു. വിപ്ലവാനന്തരം 1689 ബ്രിട്ടീഷ് പാർലമെൻറ്റ് അവകാശ നിയമം ബിൽ ഓഫ് റൈറ്റ്സ് പാസ്സാക്കിയത്.